ഫാത്തൂസ് കിച്ചൻ. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഇൻസ്കാണ്. അൽഹംദുലില്ലാ ആൻഡ് ഐ ആം ബാക്ക് ഗൈസ്, ഐ ആം ബാക്ക്. അപ്പോൾ ഞാൻ 2.5 മാസമായിരുന്നു ഇട്ടിട്ടെന്തെങ്കിലും അല്ലേ. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഗൈസ്, കുറച്ച് എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നപ്പോൾ ഞാൻ റിലാക്സിങ് മൂഡിലെത്തിയപ്പോൾ ഞാൻ തിരിച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കുറേ പേരൊക്കെ ഓർത്തില്ല ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോയി. നെവർ എവർ ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോകില്ല ഗൈസ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഐ ആം ബാക്ക് വിത്ത് ന്യൂ ഡിഷ്. അപ്പോൾ ഈ ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്നാക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തട്ടിക്കൂട്ടി കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ക്ഷീണിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു ഡിഷാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരാണ് ഗാർലിക് ചീസ് ഫിംഗേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാർലിക് ബ്രെഡ് ഇല്ലേ, അതിനെ പോലെ തന്നെ അതിൻ്റെ ഒരു വേറെ വേർഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനൊന്ന് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ അടിച്ചാണ് പൊട്ടിക്കുക. അതിനകത്ത് ഓൾ തന്നെ അടിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തില്ലെങ്കിൽ അടിയിൽ ലിങ്ക് ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ, പോയി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തിരിച്ചൊരു ഫോളോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ വഹിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 3 ഗാർലിക്കിൻ്റെ അല്ലി ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 അല്ലി ഗാർലിക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ആയിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് കിട്ടണം. ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉണ്ട്, ഇത് കുഞ്ഞു സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ മൊത്തത്തിൽ ഇട്ടത്. 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒറിഗാനോൻ്റെ ഒരു ടേസ്റ്റ് നല്ല രസമാണ്, അതുകൊണ്ട് ഇട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്തിട്ട് കുറച്ച് കൊറിയാണ്ടർ ഇതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒക്കെ കൂടെ. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തത് അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ചിട്ടോ, കുറൊന്നും ഇടരുത് ദയവേത്. നിങ്ങളുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിടാം. ഓക്കെ, ടേസ്റ്റ് ലെവൽ പലർക്കും പല ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് നമ്മളുടെ ഈ സ്പ്രെഡ് പരത്തി കൊടുക്കാം. ഇട്ടിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രം കുറച്ച്, ഒരു സൈഡിൽ മാത്രം കൂടുതൽ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഈക്വാലിറ്റി വേണം ഗൈസ്, ഈക്വാലിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് ബട്ടർ ചെയ്തുകൊണ്ടും ഇത് നല്ല ടേസ്റ്റ് ചെയ്തുകൊണ്ടും ഭയങ്കര ഹെവി ആയിപ്പോവും കേട്ടോ. എന്നിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും പറ്റി കൊടുത്ത് ഭയങ്കര ഹെവി ആയിപ്പോവും. എന്നിട്ട് അതിൻ്റെ മിഡിൽ ചീസ് കൂടെ വരുന്നതുകൊണ്ട് എക്സ്ട്രാ ഹെവി ആവും. അപ്പോൾ അതിനും ഭേദം നമ്മൾ 2 സൈഡിൽ മാത്രം തട്ടിയിട്ട് ഇതാക്കാം. ഓക്കെ, ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ലൈസ് ഓഫ് ബ്രെഡ് എടുക്കാം. അപ്പോൾ നമ്മൾ റവാബീൻ്റെ സാൻഡ്വിച്ച് ചീസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് എടുക്കാം, നല്ലൊരു ക്രീമി പുള്ള് കിട്ടും കേട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് സാൻഡ്വിച്ച് ചീസാണ് ഇച്ചിരി ഇഷ്ടം. എനിക്ക് പുള്ളിങ് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ വെറുതെ പുള്ളി ചെയ്ത് ആ ചീസ് മൊത്തം പുറത്ത് പോയി. അത് പിന്നെ ഞാനത് ക്ലീൻ ചെയ്യാൻ നടന്ന് ഇപ്പോൾ എന്താണെങ്കിലും ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ റവാബിന് എന്താണ് സാൻഡ്വിച്ച് ചീസ് ഉപയോഗിച്ചെന്നുള്ളൂ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ചീസ് പൊളിക്കുക, എടുത്ത് വെക്കാം. ഓക്കെ, ഓക്കെ
ഇനി അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ മുകളിലത്തെ ഭാഗം ഈ നമ്മൾ സ്പ്രെഡ് പറ്റിയില്ലേ അത് മുകളിലത്തെ ഭാഗമായിട്ട് വെക്കുക. എന്നിട്ട് നമ്മളിത് തിരിച്ചിട്ടിട്ട് നമ്മൾ തവയിലിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തവ ഒന്ന് ചൂടാക്കാം. അപ്പോൾ നമ്മളുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്, തവ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഗാർലിക് ബ്രെഡ് നമ്മൾ ഈ സ്പ്രെഡ് ചെയ്തില്ലേ, സ്പ്രെഡ് ചെയ്ത് നമുക്ക് അടിഭാഗത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം തിരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും സാധനം പെട്ടെന്ന് തന്നെ. ഉള്ളിൽ അങ്ങോട്ട് ചീസ് വേവേയില്ല. എന്നിട്ട് നമ്മൾ മുകളിൽ ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാക്സിമം കഴിവ് ഉപയോഗിച്ച് ഞാൻ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്ത് നല്ല സ്മെല്ല് വന്നിട്ട് കേട്ടോ, ഒറിഗാനോൻ്റെ ചില്ലി ഫ്ലേക്സിനെയൊക്കെ നല്ല സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. അരോമയാണ് അങ്ങനത്തെ സാധനം ഉണ്ടോ, അതൊക്കെ വന്നുണ്ട്, സ്മെല്ലൊക്കെ വന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ചട്ടകം ഉപയോഗിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്യാം. യൂസി കരിഞ്ഞിട്ടില്ല സാധനം, നിങ്ങൾ ഓർത്ത് പേടിക്കണ്ട. ജസ്റ്റ് ഇവിടെ സൈഡിലൊന്ന് നല്ല ക്രിസ്പി ചെയ്യുന്നുള്ളൂ, മിഡിലിൽ വെന്തിട്ടുണ്ട്. ഒക്കെ നല്ല ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. വെച്ചാൽ നല്ല ചട്ടി നേരത്തെ ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്, അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഫുൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് കുക്കിംഗ് ടൈം കുറച്ചുകൂടെ കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്കൊന്ന് തിരിച്ചു നോക്കാം. 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്പി യു സീ. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം, എന്നിട്ട് അടുത്ത സെറ്റ് ഇടാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് തിരിച്ചിടാം, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബട്ടറിൻ്റെ മിക്സ്ചർ. അപ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇത് കുക്കായിട്ടില്ല കേട്ടോ, പക്ഷെ ചെറുതായിട്ട് കുക്കായിട്ടുണ്ട്, ചെറുതായിട്ട് കുക്കായിട്ടില്ല. പക്ഷെ ഇവിടെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരണം, പക്ഷെ അത് ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ സൈഡും കൂടെ ഇതുപോലെ തന്നെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ അങ്ങനെ തിരിച്ചിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ സെക്കൻഡ് ഗാർലിക് ചീസ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കെടുത്ത് പ്ലേറ്റിലോട്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി ഫിംഗേഴ്സ് ആക്കാൻ പോവാണ്. അതിന് നേരെ മുറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗാർലിക് ചീസ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഷ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ്സ്. അപ്പോൾ അടുത്ത കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.